Morning to all. Today we started our third chapter from the second module, that is research design. What is research design? The research design simply means a plan of study. It is called research design. റിസർച്ച് ഡിസൈൻ സിംപ്ലി മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡീനെ കുറിച്ച് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിനെ പറയുന്നതാണ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറയാം. റിസർച്ച് ഡിസൈൻ സിംപ്ലി മീൻസ് എ പ്ലാൻ ഓഫ് സ്റ്റഡി. നമ്മുടെ സ്റ്റഡീനെ കുറിച്ചൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിനെ പറയുന്നതാണ് റിസർച്ച് ഡിസൈൻ. നെക്സ്റ്റ് നമുക്ക് പറയാം, ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റേനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് പറയാം, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അനലൈസിങ് ഡാറ്റ. ഇനി നമുക്ക് മീനിങ്ങിലേക്ക് കിടക്കാം. എന്താണ് റിസർച്ച് ഡിസൈനിൻ്റെ മീനിങ് നോക്കാം. റിസർച്ച് ഡിസൈൻ ഈസ് എ സെറ്റ് ഓഫ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ഇൻ collecting and analyzing the measures of variable specified in the problem research. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാരിയബിൾസിനെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന വാരിയബിൾസിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് റിസർച്ച് ഡിസൈനിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യാനും അതിൻ്റെ അനാലിസിസ് നടത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ 3 മീനിങ് പറയാം. റിസർച്ച് ഡിസൈൻ ഈസ് എ സെറ്റ് ഓഫ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ഇൻ കളക്ടിങ് ആൻഡ് അനലൈസിങ് മെഷേഴ്സ് ഓഫ് വാരിയബിൾസ് സ്പെസിഫൈഡ് ഇൻ ദ പ്രോബ്ലം റിസർച്ച്. നെക്സ്റ്റ് സിമ്പിൾ മീൻസിൽ പറയാം, ഇറ്റ് ഈസ് പ്ലാൻ ഓഫ് സ്റ്റഡി. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഗൈഡ് ഫോർ അനലൈസിങ് ഡാറ്റ. നമ്മുടെ ഡാറ്റാസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുകയും കൂടിയാണ് റിസർച്ച് ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് റിസർച്ച് ഡിസൈൻ്റെ ഡെഫിനിഷൻ നോക്കാം. റിസർച്ച് ഡിസൈൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ നോക്കുന്നത് മില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു മില്ലർ, designed research is the planned sequence of the entire process involved in conducting a research study. മില്ലർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മളിതൊരു പ്ലാൻ ചെയ്യാം. ഒരു പ്ലാൻഡ് സീക്വൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന് പറയുന്നതാണ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ എന്താ പറയുന്നത്, ഡിസൈൻഡ് റിസർച്ച് ഈസ് ദ പ്ലാൻഡ് സീക്വൻസ് ഓഫ് എൻറ്റയർ പ്രോസസ്സ്. അതായത് നമ്മുടെ റിസർച്ച് എന്നുള്ള പ്രോസസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിലൊരു പ്ലാൻ ചെയ്യുന്നതിന് പറയുന്നതാണ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ഇപ്പോൾ റിസർച്ച് അക്കോർഡിംഗ് ടു മില്ലർ, ഡിസൈൻഡ് റിസർച്ച് ഈസ് ദ പ്ലാൻഡ് സീക്വൻസ് ഓഫ് ദ എൻറ്റയർ പ്രോസസ് ഇൻവോൾവ് ഇൻ കണ്ടക്ടിങ് റിസർച്ച് സ്റ്റഡി. ഇനി നമുക്ക് നെക്സ്റ്റ് ഫീച്ചേഴ്സ് നോക്കാം. റിസർച്ച് ഡിസൈൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിനോട്ട്സ് ദ സോഴ്സസ് ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ റെലവൻറ്റ് ടു ദ റിസർച്ച് പ്രോബ്ലം. അതായത് ഫസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിലേക്ക് റെലവൻ്റ് ആയിട്ടുള്ള സോഴ്സസ് അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് റിസർച്ച് ഡിസൈൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഡിനോട്ട്സ് ദ സോഴ്സസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ റെലവൻറ്റ് ടു അവർ ദ റിസർച്ച് സ്റ്റഡി. നെക്സ്റ്റ് പോയിന്റ് പറയാം, ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ആൻഡ് ടൈം ബേസ്ഡ് പ്ലാൻ. അതായത് ഇതൊരു ആക്ടിവിറ്റിയാണ്, അതേപോലെ തന്നെ ഒരു ടൈം, ഇത്ര കറക്റ്റ് ഒരു ടൈം നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ റിസർച്ച് ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റിയാണ്, അതേപോലെ തന്നെ ടൈം ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാനും കൂടിയാണ്. നെക്സ്റ്റ് നമുക്ക് പറയാം, ഇറ്റ് സ്പെസിഫൈ ദ അപ്രോച്ച് യൂസ്ഡ് ഫോർ ഗ്യാദറിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. ഇത് നമ്മൾ റിസർച്ച് ഡിസൈൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റാസ് ഗ്യാദർ ചെയ്യാനും ആ ഡാറ്റാസിനെ അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയാം, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പർപ്പസ് ഓഫ് ദ റിസർച്ച്. അതായത് റിസർച്ച് ഡിസൈൻ ബേസ് ചെയ്തിരിക്കുന്നത് ഓരോ റിസർച്ചിൻ്റെയും ബേസിസിലായിരിക്കും റിസർച്ച് ഡിസൈൻ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പർപ്പസ് ഓഫ് ദ റിസർച്ച്. റിസർച്ചിൻ്റെ പർപ്പസ് അനുസരിച്ചായിരിക്കും ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമ്മുടെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് എമോങ് ദ വേരിയബിൾസ്. നെക്സ്റ്റ് പറയാം, ഇറ്റ് ഗൈഡ് ഫോർ ദ സെലക്ടിങ് സോഴ്സസ് ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ നീഡ്സ്.
അപ്പോൾ ഇത് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഡാറ്റാസ് കളക്ട് ചെയ്യാനും അതേപോലെ തന്നെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ് നമുക്ക് നീഡഡ് ആയിട്ടുള്ളത് അതൊക്കെ കളക്ട് ചെയ്യാനും. അപ്പോൾ ഇറ്റ് ഗൈഡ് ഫോർ ദ സെലക്ടിങ് സോഴ്സസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ വി ആർ ഓൾറെഡി നീഡഡ്. അതായത് നമ്മളെ ഗൈഡ് ചെയ്യാണ് നമ്മുടെ ഇൻഫോർമേഷൻസ് സോഴ്സസും അതേപോലെ തന്നെ അതിൻ്റെ ടൈപ്സും കളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പറയാം ഇറ്റ് ഗൈഡ് ഫോർ ദ അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറയാം ഇറ്റ് ഈസ് ദ പ്ലാൻ ബേസ്ഡ് റിസർച്ച്. ഇതൊരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചാണ്. അതായത് ഒരു കറക്റ്റ് പ്ലാൻ നമ്മൾക്ക് ഉണ്ടായിരിക്കും. ആ പ്ലാനിൻ്റെ ബേസിസിലാണ് നമ്മൾ റിസർച്ച് വർക്ക് അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ നമ്മൾ കണ്ടക്ട് ചെയ്യുക. പിന്നെ നമുക്ക് പറയാം ഇറ്റ് മെൻഷൻ ദ ബൗണ്ടറീസ് ഓഫ് റിസർച്ച് ആക്ടിവിറ്റീസ്. അതായത് റിസർച്ച് ആക്ടിവിറ്റീസിന് ഒരു ബൗണ്ടറി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് വേണം നമ്മൾ റിസർച്ച് ഡിസൈൻ കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് റിസർച്ച് ഡിസൈൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ കളക്റ്റഡ് ഇൻഫോർമേഷൻ്റെ സോഴ്സസ് എന്താണ്, ടൈപ്സ് എന്താണെന്നൊക്കെയാണ് റിസർച്ച് ഡിസൈൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് പറയാം ഇതൊരു ആക്ടിവിറ്റിയാണ്, അതേപോലെ തന്നെ ഓൾസോ ടൈം ബേസ്ഡ് പ്ലാനുമാണ്. നെക്സ്റ്റ് നമുക്ക് റിസർച്ച് ഡിസൈൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാതറിങ് ആൻഡ് അനലൈസിങ് ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് റിസർച്ച് ഡിസൈൻ വി ആർ മെയിൻലി യൂസ്ഡ്. നെക്സ്റ്റ് it is depends on the purpose of research. The research design is depend on the purpose of research. And next point it is to specify the relationship between the variables. It specify the relationship among the variables and it guide for the selecting sources and types of information. And last one is it is a time based research. These are the features of research design. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് വാട്ട് ആർ ദ എസെൻഷ്യൽ കൺസെപ്റ്റ് ഓഫ് റിസർച്ച് ഡിസൈൻ. അതായത് റിസർച്ച് ഡിസൈൻ്റെ എസെൻഷ്യൽ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്താണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന്. എന്നാൽ ഒന്നുകൂടി പറയാം, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിൾ വേറൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മീൻസ് the variables is cannot be dependent upon other variables is termed as independent variables. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ. എക്സ്ട്രാനിയസ് വേരിയബിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എക്സ്ട്രാനിയസ് വേരിയബിൾസ് ഈസ് എനി വേരിയബിൾസ് ദാറ്റ് യു ആർ നോട്ട് ഇൻറ്റൻഷനലി സ്റ്റഡി ഇൻ യുവർ സ്റ്റഡി ഓർ എക്സ്പെരിമെൻറ്റ്. If one variable has an effect on another variable, these undesirable variables are called extraneous variables. That means നമ്മുടെ അതായത് എക്സ്ട്രാനിയസ് വേരിയബിൾസ് നമ്മുടെ സ്റ്റഡീനെ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിനെ ഇൻറ്റൻഷനലി അഫക്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ വൺ വേരിയബിളിൻ്റെ എഫക്റ്റ് വേറൊരു വേരിയബിൾസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ വേരിയബിൾസിനെ പറയുന്നതാണ് എക്സ്ട്രാനിയസ് വേരിയബിൾസ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നതാണ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടേം കൺട്രോൾ ഈസ് യൂസ്ഡ് വെൻ വി ഡിസൈൻ ദ സ്റ്റഡി ബൈ മിനിമൈസിങ് ദ എഫക്റ്റ് ഓഫ് എക്സ്ട്രാനിയസ് വേരിയബിൾസ്. അതായത് എക്സ്ട്രാനിയസ് വേരിയബിൾസിൻ്റെ എഫക്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റഡി നടത്തുന്നതിന് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിന് പറയുന്നതാണ് കൺട്രോൾ എന്ന്. എക്സ്ട്രാനിയസ് വേരിയബിൾസിൻ്റെ എഫക്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റഡി നടത്തുക അല്ലെങ്കിൽ പോലെ തന്നെ ഡിസൈൻ ചെയ്യുക, അതിനെ പറയുന്നതാണ് കൺട്രോൾ എന്ന്. അപ്പോൾ കൺട്രോൾ ഈസ് ദ ടേം ഈസ് യൂസ്ഡ് when we design the study by minimizing the effect of extraneous variables. That is called control. Next fourth point ആണ് confounded relationship. Confounded relationship means the dependent variables is not free from in influence of extraneous variables. Such a relationship is known as confounded relationship. ഇതിലെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് നമ്മുടെ എക്സ്ട്രാനിയസ് വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യില്ല. ഈ റിലേഷൻഷിപ്പിനെ പറയുന്നതാണ് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്. ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ എക്സ്ട്രാനിയസ് വേരിയബിൾസ്. എക്സ്ട്രാനിയസ് വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇതിനെ പറയുന്നതാണ് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് പറയുന്നതാണ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രെഡിക്റ്റീവ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് റിലേറ്റ്സ് ടു ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രെഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ അത് ഒക്യൂർ ചെയ്യാനും ഒക്യൂർ ചെയ്യാണ്ടിരിക്കാനുള്ള ചാൻസസ് ഉണ്ടെന്ന് നമ്മൾ പ്രൂഫ് ചെയ്യാണ് റിസർച്ച് ഹൈപ്പോത്തസിസ് വഴി ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്പെരിമെൻ്റൽ ആൻഡ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് എന്ന്. എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
dependent variables is manipulated in a research is termed as experimental hypothesis. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മുടെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ്. ദാറ്റ് മീൻസ് നമ്മളൊരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ നടത്തുക, അതാണ് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈസ് മാനിപ്പുലേറ്റഡ് ഇൻ റിസർച്ച്, അതായത് റിസർച്ചിലേക്ക് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ്. അപ്പോൾ നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈസ് നോട്ട് മാനിപ്പുലേറ്റഡ്, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്യാത്ത കേസസിനെ പറയുന്നതാണ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് എന്ന്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ നോക്കാം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഹൈപ്പോത്തസിസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുന്നതാണ് എക്സ്പെരിമെൻ്റിൽ. നോൺ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നോട്ട് മാനിപ്പുലേറ്റഡ്, ഈ കേസിനെ പറയുന്നതാണ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് എന്ന്. നെക്സ്റ്റ് നമ്മുടെ 7th പോയിൻ്റാണ് എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സ്. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when a group is exposed to some special condition in a experimental research is termed as a experimental group. അതായത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടീഷൻസ് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. അതായത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടീഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂഷ്വൽ കണ്ടീഷൻസ് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ഗ്രൂപ്പ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസ് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂഷ്വൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് 8th പോയിൻ്റാണ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ആർ ദ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ ഗ്രൂപ്പ്സ് ആർ പുട്ട്. അതായത് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നമ്മൾ ഓരോ ഗ്രൂപ്പിലേക്ക് പുട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ആർ ദ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് അണ്ടർ ദ ഗ്രൂപ്പ് ആർ പുട്ട്. അതായത് ഓരോ ഗ്രൂപ്പിലേക്കും നമ്മൾ ഓരോ കണ്ടീഷൻസ് പുട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന്. നെക്സ്റ്റ് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യാണ് എക്സ്പെരിമെൻ്റ് വഴി ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ട്രൂത്ത് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് റിലേറ്റഡ് ടു സം റിസർച്ച് പ്രോബ്ലം. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സാണ്. ഇതുവഴി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് വഴി ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിൻ ദ ട്രൂത്ത് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് റിലേറ്റഡ് ടു ദ റിസർച്ച് പ്രോബ്ലം. നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ട്രൂത്ത് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് എന്തോരം കറക്റ്റ് ആണെന്നുള്ളത് എക്സാമിൻ ചെയ്യാണ് എക്സ്പെരിമെൻ്റ് വഴി നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിൻ്റാണ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ പ്രീഡിറ്റർമൈൻഡ് പ്ലോട്ട്സ് വെയർ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആർ അപ്ലൈഡ്. എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പ്ലോട്ടാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യാണ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എസെൻഷ്യൽ സ്റ്റേജസിൽ മെയിനായിട്ട് വരുന്നത് 10 ഹെഡിങ് ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറഞ്ഞത് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ഡിപ്പെൻഡൻറ്റ് മീൻസ് വൺ വേരിയബിൾ ഡിപ്പെൻഡ്സ് ഓൺ അനദർ വേരിയബിൾ ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മീൻസ് one variable does not depends upon other variables is called independent variable. The second point is extraneous variable. Extraneous variables means it is not intentionally studying our topic and experimental. If one variable has not effect on another variable, this undesirable variables is called extraneous variables. The next point is control. Control means എന്താണ്? The term control is used where we study the minimizing the effect of the extraneous variables. Next point is confounder relationship. Confounder relationship means the dependent variables is not free from of the influence of extraneous variables. This relationship is known as confounder variables. Next is research hypothesis. Hypothesis is a predictive statement
that relate to independent variable to the dependent variable. Next is experimental and non-experimental hypothesis. Experimental hypothesis means dependent variables is manipulated in research is termed as experimental, and non-experimental means independent variables is not manipulated is called non-experimental. Seventh point is experimental and control group. Experimental group means the group is exposed to some special conditions in a experimental research is termed as experimental group, and the group exposed of a usual conditions is called control group. The 8th point is treatment. Treatment is the different conditions under which the group are put. The experiment is a process of examining the truth of statistical hypothesis related to our research problem. Last point is experimental unit. It is a predetermined plot where different treatments are put. These are the essentials of or research design or concept of research design. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അതിൻ്റെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് റിസർച്ച് ഡിസൈൻ എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ആൻഡ് എസെൻഷ്യൽ ആണ്. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും പറയാം. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സാണ്. അതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് മെത്തേഡ്സും പ്രൊസീജിയറും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റാസിനെ നമ്മൾ കളക്ട് ചെയ്യും, അനലൈസ് ചെയ്യുകയാണ് നമ്മൾ റിസർച്ച് ഡിസൈനിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡീനെ കുറിച്ചൊരു സിമ്പിൾ പ്ലാൻ പ്രൊവൈഡ് ചെയ്യാണ് റിസർച്ച് ഡിസൈൻ വഴി. അപ്പോൾ ഇതാണ് മെയിനായിട്ട് റിസർച്ച് ഡിസൈനിൽ പറയുന്നത്. ഇനി നമുക്ക് നാളെ റിസർച്ച് ഡിസൈനിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.